ഓക്കെ, ഡൺ. മോനെ സെറ്റ്. ഹലോ ഗൈസ്, കഴിഞ്ഞ ആഴ്ച വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. ഫിഫ കണ്ടിട്ട് ഉറക്കവും ഇതൊക്കെ സെറ്റ് ആവാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കളി കഴിഞ്ഞു. സ്വന്തം ടീമായിട്ടുള്ള അർജൻറ്റീന തോറ്റു. അപ്പോൾ നമുക്കിന്ന് സിമ്പിളായിട്ടൊരു മുട്ടക്കറി ഉണ്ടാക്കാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു ഇൻസൈഡ് ദ ചാക്ക്. നമുക്ക് ഇതിന് വേണ്ട മെയിൻ സാധനങ്ങൾ: 2 തക്കാളി, 2 സബോള, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ഇത് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മൾ ഈ മുട്ടക്കറിയിൽ മുട്ട പുഴുങ്ങിയല്ല ഇടണേ, മുട്ട ഇങ്ങനെ പൊട്ടിച്ച് ഒഴിക്കുകയാണ്. അപ്പോൾ മുട്ട തിളപ്പിച്ച കറി എന്നൊക്കെയാണ് ഞങ്ങളുടെ അവിടെ പറയുക. ഭയങ്കര എളുപ്പമാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ്. ചപ്പാത്തിയുടെയും ചോറിൻ്റെയും അപ്പത്തിൻ്റെയൊക്കെ കൂടെ കിടലിനായിട്ട് പോകുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞ സബോള ഇടാം. 2 സബോള ഉണ്ട്, മീഡിയം സൈസ് സബോള മതി. ഇതിന് നന്നായിട്ട് വഴറ്റാം. സബോളയിലേക്ക് നമുക്ക് 2 പച്ചമുളകും കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. സബോള ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം പോണ വരെ ഒന്ന് വഴറ്റാം. ആ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്കിനി പൊടികൾ ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. നന്നായിട്ട് വഴറ്റുക. പൊടിയുടെ ആ പച്ചമണമൊക്കെ പോയി. ഇനി അതിൻ്റെ അകത്തേക്ക് ഒരു 2 തക്കാളി. അതിലേക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം, തക്കാളി ഒന്ന് വേവാനായിട്ട്. പാത്രം ഒന്ന് അടച്ചു വെച്ചിട്ട് തക്കാളി വേവണ വരെ വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റായിട്ട് ഇത് മൂടി വെച്ച് വേവിക്കണം. നമുക്ക് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ ഏകദേശം വെന്തുടഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. തക്കാളി എല്ലാം നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതായത് മുട്ട നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നേരെ പൊട്ടിച്ച് ഒഴിക്കണം. അപ്പോൾ അതിങ്ങനെ മുങ്ങിക്കിടന്ന് വേവണം. അപ്പോൾ അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മളിനി ഇതിൻ്റെ അകത്തേക്ക് നേരെ മുട്ട പൊട്ടിച്ച് ഒഴിക്കാൻ പോവാണ്. 4 മുട്ടയാണ് നമ്മൾ എടുത്തത്. 1 2 3 4. ഒരു 2 മുട്ടയ്ക്കും കൂടിയുള്ള സ്പേസ് ഉണ്ട്, അപ്പോൾ അതും കൂടി ഇടാം. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് പാത്രം അടച്ച് വയ്ക്കാം. ഇത് ഏകദേശം ആയിട്ട് തോന്നുന്നു. നമുക്കൊന്ന് പൊക്കി നോക്കാം. ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് നേരം ഒതുക്കിട്ടെ.
നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്, നമുക്കൊന്ന് കഴിച്ചു നോക്കാം. മുട്ടയും കുറച്ച് ഗ്രേവിയും ഫ്രണ്ട് കൊണ്ടുവന്ന് തന്ന കുറച്ച് ചിക്കൻ അച്ചാറുണ്ട്. നല്ല ചൂടാ. നോക്കാം. ഓക്കെ, ഡൺ. മോനെ സെറ്റ്. നല്ല ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന സാധനമാണ് ഇത്. ഇതിന് പാലക്കാട് ഭാഗത്തൊക്കെ ഇതിൻ്റെ അകത്ത് ഇത്തിരി പുളിയും കൂടിയൊക്കെ ഒഴിച്ചിട്ട് മുട്ടപ്പുളിന്ന് എന്തൊക്കെയാണ് പറയും. ഇതിൻ്റെ അകത്ത് തേങ്ങ അരച്ച് ഒഴിക്കും, പാലൊഴിക്കും, പല വെറൈറ്റീസ് ഉണ്ട്. പക്ഷേ ഇത് കിടിലാണ്. ചിക്കൻ അച്ചാറ് പൊളി, രണ്ടും കൂടെ നല്ല കോമ്പിനേഷൻ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.